ശരണ്യ, ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന ആശയം അവർക്ക് തന്നെയുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളപ്പോൾ അത്ര ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ പിന്നെ എന്തിനു മടിക്കണം എന്ന ചോദ്യം സ്വാഭാവികമായി വരും. ഇപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവരിൽ നിന്ന് എടുക്കലടക്കമുള്ള നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? സജിത്ത്, ഈ സംഭവം ഉണ്ടാകുന്നത് ജൂൺ 8-നാണ്. അതായത് ഈ കുട്ടി 8-നാണ് കൊണ്ടാക്കുന്നത്. 9-ാം തീയതിയാണ് ഈ സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്. ആറാട്ടുപുഴ സ്വദേശിയായ 17-കാരി, 75% കാഴ്ച പരിമിതി ഉള്ള ഒരു കുട്ടിയാണ്. അതോടൊപ്പം തന്നെ ബഡ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. കുട്ടികളുടെ നേരത്തെ ആ കുട്ടിയുടെ കൈക്കും കാലിനും ഒക്കെ തന്നെ പ്രശ്നങ്ങളുള്ളതായിരുന്നു. അത് പിന്നീട് ഫിസിയോതെറാപ്പി അടക്കം കൊടുത്താണ് ആ രീതിയിലാണ് ആ രക്ഷകർത്താക്കൾ ആ കുട്ടിയെ ഈ ഇപ്പോൾ കാണുന്ന നമ്മളോട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഈ മത്സ്യത്തൊഴിലാളിയായ ഇവരുടെ ഭർത്താവ്, അതായത് കുട്ടിയുടെ അച്ഛൻ മരിക്കുന്ന 46 വയസ്സുകാരനായിരുന്നു. അദ്ദേഹം 3 മാസം മുമ്പാണ് മരണപ്പെടുന്നത്. അതോടുകൂടി ഈ നന്നായി പാടുന്ന ഒരു ആൾ കൂടിയാണ് നമ്മളോട് സംസാരിച്ച പെൺകുട്ടി. അപ്പോൾ ഈ സംഗീത കോളേജിൽ, അതായത് +2 വരെ സാധാരണ പഠനം നടത്തി പൂർത്തീകരിച്ച ആളാണ്. സംഗീത കോളേജിൽ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മാറ്റി നിർത്താൻ പറ്റുന്നൊരു പരിശീലനം അടക്കം വേണം. അതായത് തിരുവനന്തപുരത്തടക്കം മാറി നിന്നാൽ പഠിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തണം. പിന്നെ കമ്പ്യൂട്ടർ പഠനം അടക്കമുള്ള കാര്യങ്ങൾ. എനിക്ക് ആ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ വളരെ സങ്കടകരമായി തോന്നി. അതായത് അച്ഛൻ മരണപ്പെട്ടു, ഇളയ ഒരു ചെറിയ കുട്ടി മാത്രമാണ് വീട്ടിലുള്ളത്. അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. അപ്പോൾ അവരെ സാമ്പത്തികമായി കൂടി സഹായിക്കണമെങ്കിൽ തനിക്ക് പഠിച്ചൊരു ജോലി വേണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബദനി റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് താൻ പോകാൻ തയ്യാറായത് എന്നുള്ളതാണ് ആ കുട്ടി നമ്മളോട് പറഞ്ഞത്. ആദ്യ ദിവസം ഒന്ന് പോയിരുന്നു, അമ്മയെ കാണാതെ. കാരണം കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണ്, ഇരുട്ട് ഭയമാണ്, ലൈറ്റ് ഇട്ട് വേണം റൂമിൽ കിടക്കാൻ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ട് നിന്ന് കൊണ്ടുവന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞത്, അമ്മ ഈ ബുദ്ധിമുട്ടുകൾ, അതായത് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ താൻ തന്നെ അമ്മയോട് പറയുകയായിരുന്നു, ഇവിടേക്ക് താൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുകയായിരുന്നു. അതൊരു ജോലി തനിക്ക് പഠിച്ച് നേടുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് എന്നുള്ളതാണ് അത് വ്യക്തമാക്കിയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളാണ് 8-ന് അവിടെ വീണ്ടും ഈ കുട്ടിയെ അമ്മയും അമ്മയുടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിയും ഒക്കെ ചേർന്നാണ് ഇവർ കൊണ്ടാക്കുന്നത്. തിരിച്ച് വരുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ കുട്ടി വിളിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്ററാണ് ഫോൺ എടുത്തതെന്നാണ് അവർ പറയുന്നത്. തുടർന്ന് കുട്ടി കുറച്ച് കരച്ചിലൊക്കെയാണ്, വരേണ്ടതില്ല എന്ന് പറഞ്ഞു. കുട്ടിയോട് സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്കുണ്ടാവുകയും അമ്മ അവിടേക്ക് ചെല്ലുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ തിരിച്ച് അവിടെ വെച്ച് കുട്ടി പറയാൻ തയ്യാറായില്ല. പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ വിവരണം കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വീട്ടിലേക്ക് രക്ഷകർത്താവ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞതിനെ തുടർന്ന് നിർബന്ധം പിടിച്ച് അവിടെ ഇവർ ആ രീതിയിൽ ശകാരിച്ചപ്പോൾ കുട്ടി ഓടി സ്റ്റെയർ കേസിൽ കയറി ഇരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ സ്റ്റെയർ കേസിൽ ചെന്നാണ് ഈ കേസിലെ ഇപ്പോൾ 1-ാം പ്രതി എന്ന് പറയുന്ന സിസ്റ്റർ ജെൻസി അവരും മറ്റ് 2 സ്റ്റാഫുകൾക്കുമെതിരെയാണ്. ആ ബദനി റീഹാബിലിറ്റേഷൻ സെൻറ്റർ കുമാരപുരം, തിരുവനന്തപുരത്തെ ബദനി റീഹാബിലിറ്റേഷൻ സെൻറ്റർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഈ കുട്ടിയുടെ ചെകിട്ട തടിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. താഴത്തേക്ക് വലിച്ച് ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണപ്പോൾ വീണ് കിടന്ന കുട്ടിയെ സ്റ്റെയർ കേസിലൂടെ വീണ്ടും വലിച്ചിഴച്ചു എന്നുള്ളതാണ്. സ്റ്റെപ്പിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വീണ്ടും കരണത്തടിക്കുകയും അടിയേറ്റ് കുട്ടി താഴത്തേക്ക് ഇരുന്നു പോവുകയും ചെയ്തു എന്നാണ് അമ്മ പറഞ്ഞത്. തുടർന്ന് ഇവിടെ പോലീസ്, അതായത് തൃക്കുന്നപ്പുഴ പോലീസ് 0 FIR രജിസ്റ്റർ ചെയ്യുന്നു. സംഭവം നടന്നത് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. ഇവിടെ FIR രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ ഈ ബദനിയുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു വൈദിക, ഒരു കന്യാസ്ത്രീ എത്തി. കന്യാസ്ത്രീ വന്ന് ഇവരെ കണ്ടു. മാപ്പ് പറഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കപ്പെടുമോ എന്ന് ഉള്ള ചോദ്യം പറഞ്ഞു. താൻ ജർമ്മനിയിൽ നിന്നാണ് എത്തുന്നത്, നേരിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു എന്നുള്ള വിശദീകരണമൊക്കെ നൽകി. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ പറയുന്നത്, അവിടെ താൻ ഇങ്ങനെ ചെല്ലുമ്പോൾ തൻ്റെ മകൾ മാത്രമല്ല, അതിനേക്കാൾ ഗുരുതര സാഹചര്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ഒരുപക്ഷെ ഒന്നും പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ പുറത്തേക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ള കുട്ടികളുണ്ട്. അവർ ഭയന്നാണ് അവിടെ ഇരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്കുണ്ടായ സാഹചര്യം ആ കുട്ടികൾക്കുണ്ടാവരുത്, അവരങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം ഇവർ സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് തൃക്കുന്നപ്പുഴ പോലീസ് എടുത്ത FIR ആണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക്, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് ഈ കെട്ടിടം ഉള്ളത്. അവിടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആ പരിധിയിലേക്ക് പിന്നീട് കേസ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായി. പിന്നീട് CCTV ദൃശ്യങ്ങൾ, അതായത് ഈ കുട്ടിയും അമ്മയും വാർഡ് കൗൺസിലറും അടക്കമുള്ള ആളുകളുമായി പോലീസ് ഈ ബദൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തി. അവിടെ വെച്ച് CCTV ദൃശ്യങ്ങൾ എടുത്തു. ആ CCTV ദൃശ്യങ്ങൾ കാണണമെന്ന് പോലീസിനോട് ആദ്യം ആവശ്യപ്പെട്ടിട്ട് അവർ അത് കാണിക്കാൻ തയ്യാറില്ല. പിന്നീട് കാണിച്ച ദൃശ്യങ്ങളിൽ ഈ കുട്ടി എന്താണോ മൊഴി നൽകിയിരിക്കുന്നത് ആ മൊഴി മുഴുവനായി ആ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ മൊഴിയിൽ കണ്ടിട്ടുള്ള അതേ ദൃശ്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം കൂടി ഈ രക്ഷകർത്താവ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതടക്കം സംരക്ഷിക്കപ്പെടുകയും ഇതിൽ JJ ആക്ടും ഒപ്പം തന്നെ, അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടും അതോടൊപ്പം തന്നെ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വകുപ്പുകൾ ഒന്നുമില്ലാതെ നിസ്സാര വകുപ്പുകളാണ് ഇപ്പോൾ ഈ FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളടക്കം മാറ്റം വരണം. സമഗ്രമായി സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. സജിത്ത്, ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഗുരുതരമായ ആക്ഷേപമാണ് ഉണ്ടാകുന്നത്. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ക്രൂരത ഏൽപ്പിച്ചത്. എന്തായാലും കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കണം. ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.